തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലമില്ല. മുന്നണികളൊക്കെ അവരുടെ തന്ത്രങ്ങൾ ഇങ്ങനെ അണിയറയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോമ്രേഡ്സിന് മൊത്തം കൺഫ്യൂഷനാണ്. പ്രായപരിധിയുടെ കാര്യത്തിൽ എത്രയാണ് പ്രായപരിധി വെക്കേണ്ടതെന്ന്. പ്രായപരിധിയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. പിണറായി വിജയന്റെ കാര്യത്തിൽ പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പിണറായി വിജയൻ സേഫാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പതാക ഉയർന്നു. ഇനി അങ്ങോട്ട് തന്ത്രങ്ങൾ മെനയുന്ന ദിനരാത്രങ്ങളായിരിക്കും. പക്ഷേ തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ട് ടീമിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അല്ല, മുന്നണി ഏതായാലും പല സ്ഥാനങ്ങളും വിട്ടുകൊടുക്കാൻ കാരണന്മാർക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഏജ് ലിമിറ്റ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. കേന്ദ്രത്തോട് പിന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ അവിടെ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോലാണല്ലോ പതിവ്. അപ്പോൾ പ്രായപരിധിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനം എടുക്കാന്നാണ് പ്രകാശ് കാരാട്ട് പറയണത്. ഞങ്ങളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ, 75 വയസ്സാ? ഓ ഡാർക്ക് പെട്ടല്ല. അപ്പൊ ഞങ്ങളുടെ പിണറായി വിജയൻ സാറിന്റെ കാര്യം എന്ത് ചെയ്യും? മറ്റുള്ളവരെ കറിവേപ്പിലാക്കുന്ന പോലെ തടവൊന്നും അങ്ങടെ ഏൽക്കില്ല എന്നറിയാലോ അല്ലേ? ഒരു ചെറിയൊരു വിഭാഗം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അത് നിലവിലുള്ള പാർട്ടി കമ്മിറ്റിക്ക് തോന്നിയാൽ അവരെ നിലനിർത്തണം. അതാണ് ആ ഒരു ചെറിയ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾ ഉദ്ദേശിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ബാലൻസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ. ഔട്ട്സ്റ്റാൻഡിംഗ് അങ്ങനെ പൊക്കി പറയുന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രായപരിധി കഴിഞ്ഞ ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുമോ? അത് സംസ്ഥാനത്താണോ തീരുമാനിക്കുന്നത്, അതോ അദ്ദേഹത്തിന്റെ ഘടകത്തിൽ? കാരണം ഇപ്പോഴും കേരളത്തിലെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ്. കണ്ട 75 വയസ്സാണ് പ്രായപരിധി. പക്ഷെ പിണറായി വിജയൻ ഇതൊന്നും ബാധകല്ല. ബിക്കോസ് മൂപ്പര് നിങ്ങളെ പോലെ അല്ലല്ലോ. ഇരട്ടച്ചങ്കൻ. അത് എനിക്ക് മാത്രമല്ല, സഖാവ് കോടിയേരി ആയാലും EP ജയരാജനായാലും B ജയരാജനായാലും ഞാനായാലും അങ്ങനെയുള്ള ആ നിരയിലുള്ള എല്ലാ ആൾക്കാർക്കും അദ്ദേഹം ഒരു പ്രതീകമാണ്, ആവേശമാണ്. അതൊന്നും ഇപ്പോൾ വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി സാരഥി പിണറായി വിജയൻ. ഇപ്പൊ എടോ എന്താ അസംബ്ലിയിൽ എന്താ മിസ്റ്റർ ചീഫിന് അതൊരു അസൂയന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിണറായി വിജയൻ എന്നാൽ ഒരു പ്രതീകമാണ്. അദ്ദേഹത്തെ എത്ര സ്തുതിച്ചാലും ഇവിടെ കോൺഗ്രസിന് മതിയാവില്ല എന്നറിഞ്ഞൂടെ. മാത്രല്ല പിണറായി വിജയന്റെ കാര്യം ആലോചിച്ചിട്ട് പ്രതിപക്ഷത്തിന് കുശുമ്പാണെന്നാണ് ബാലൻ സഖാവിന്റെ കണ്ടുപിടുത്തം. ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഏച്ചു കെട്ടിയാൽ പോലും പിണറായിയുടെ ഉന്നതിയിലെത്തില്ല. ഏച്ചു കെട്ടിയാൽ മുളച്ചു നിൽക്കും, ജന്മത്തിലെത്തില്ല. അത് ജന്മനാരിച്ച ഒരു ഗുണമാണ്. അതിപ്പോ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ അവിടെ നിൽക്കട്ടെ, 75 വയസ്സാണ് പ്രായപരിധി എന്നുണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണെങ്കിൽ ഇളവുണ്ട് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരാളുണ്ട്, സ്വന്തമായി എല്ലാത്തിനും നിലപാടുള്ള, അതെവിടെയും വെട്ടിത്തുറന്ന് പറയുന്ന, പാർട്ടിയിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണ ഒരാള്. G സുധാകരൻ. മൂപ്പര് പറയുന്നത് കഴിവായിരിക്കണം മാനദണ്ഡെന്നാ. എങ്ങനെ പുള്ളിക്ക് ഇളവുണ്ടാ? അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായമല്ല എനിക്കുള്ളത്. വ്യത്യാസമുണ്ട് നടത്തോ, വ്യത്യാസമുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അതായത് സുധാകരൻ സഖാവെ, പിണറായി വിജയൻ ഒഴികെ ബാക്കി ആരും ഒരു കാര്യത്തിലും അഭിപ്രായം പറയരുത്. പറഞ്ഞതായത് ഇങ്ങനെ ഇരിക്കും. കേഡർ പാർട്ടിയാണെന്നൊക്കെ വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും തൊടാണ്ട് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണയും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുന്ന പറയണ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴൂട്ടാ. പറഞ്ഞേക്കാം. ഒരു മൂന്നാം ഊഴം ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്, മണ്ണിന്റെ മക്കൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം ഊഴം കിട്ടാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. അയ്യോ, സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളൂ? അങ്ങനെ പറയാൻ പാടില്ല. മൂന്നാമത് ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുള്ളൂ, അങ്ങനെ വേണം പറയാൻ മറ്റു സഖാക്കളൊക്കെ പറയണത്. മൂന്നാം ഊഴം ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അത് അബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും. മൂന്നാം ഊഴം ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അത് അബദ്ധമാണ്. ആഹാ, എന്നാ ഒരു ഒത്തൊരുമ! ഇതിപ്പോ കോൺഗ്രസിന്റെ ഐക്യത്തിനേക്കാളും വലിയ ഐക്യാണല്ലോ നിങ്ങളുടെ. അല്ലല്ല, പിണറായി വിജയന്റെ പ്രായപരിധിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഐക്യണ്ട്.
അപ്പോൾ പിണറായി വിജയൻ ഔട്ട്സ്റ്റാൻഡിങ്, ബാക്കിയുള്ളവർ ഔട്ട് സ്റ്റാൻഡിങ്. കോൺഗ്രസിലെ ചിലരുടെ സ്പോർട്സ് നിരീക്ഷണം കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് ആകെ തലവേദന എടുത്തിരിക്കുകയാണ്. ചിലരല്ല, ഒരാള്. കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ തടിയനാണെന്നും ഒരു മികച്ച ക്യാപ്റ്റൻ അല്ലാന്നുമാണ് ഷമ മുഹമ്മദിന്റെ കണ്ടുപിടുത്തം. പുള്ളിക്കാരി അത് പുള്ളി തെറ്റാണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തു. ഒരു പോസ്റ്റ് ഇട്ടതേ ഷമ മുഹമ്മദിന് ഓർമ്മയുണ്ടായിരുന്നല്ലോ. പിന്നീട് അങ്ങോട്ട് അറഞ്ചം പുറഞ്ചം വിമർശനങ്ങളായിരുന്നു. പിന്നല്ലാണ്ട് ഒരു മികച്ച കായിക താരത്തിന്റെ ക്യാപ്റ്റൻസിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, തടിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ വിമർശനങ്ങൾ വരില്ലേ? നിങ്ങളൊക്കെ എന്നിട്ട് വിചാരിച്ചത് വിമർശനങ്ങൾ വരുമ്പോൾ ഷമ മുഹമ്മദ് തിരുത്തിയില്ല എന്ന് മാത്രമല്ല, അപ്പം തന്നെ അടുത്ത പോസ്റ്റ് വിട്ടു. രോഹിത് ശർമ്മ ഒരു ശരാശരി താരാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അയാൾ ക്യാപ്റ്റൻ ആയെന്നാണ് ഷമ മേഡത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. की टिप्पणी कांग्रेस के नेताओं ने रोहित शर्मा जी के बॉडी पर की है. ये बॉडी शेमिंग, फैट शेमिंग तो है, पर ये बताता है कि ये मोहब्बत की दुकान नहीं, ये नफरत के भाईचार है. കോൺഗ്രസിന്റെ ഇത് സ്നേഹത്തിന്റെ കടയല്ല, വെറുപ്പിന്റെ കടയാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്ന് വെച്ചിട്ട് BJP ഇതെന്തായാലും രാഷ്ട്രീയ ആയുധാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് രാഷ്ട്രീയം കലർത്തുന്നതിന് മുന്നേ ഷമ മേഡത്തിന്റെ തെറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റീൻ്റെ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നടന്നു പോകുന്ന ഒരാൾ പറഞ്ഞിട്ടില്ല തടിയുണ്ടോ ഫിറ്റല്ല എന്ന്. ഇന്ത്യൻ ക്യാപ്റ്റനാണ്. അതെ, ഇന്ത്യൻ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. അങ്ങനെയാണോ മാഡം? ഞാൻ ക്രിക്കറ്റ് കാണുമായിരുന്നു, ശരിക്കും നടന്നത് ഞാൻ വൈകുന്നേരം കാണുമായിരുന്നു. ഞാൻ രോഹിത് ശർമ്മയുടെ ഇത് കണ്ടതിന് വെച്ചാൽ കുറച്ച് തടിയുണ്ടല്ലോ അങ്ങനെ ട്വീറ്റ് ചെയ്തതാ, വേറൊന്നുമല്ല. അച്ചോടാ, എന്തൊരു നിഷ്കളങ്കത. ശരി, അറിയാണ്ട് വിളിച്ചതാണെങ്കിൽ തെറ്റ് തിരുത്തണ്ടേ, മാപ്പ് പറയണ്ടേ? തടിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് എന്തായാലും തെറ്റാണല്ലോ. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ക്ഷമ ചോദിക്കൂല. ഞാൻ അങ്ങനത്തെ ആളുമല്ല. അങ്ങനെ തെറ്റ് ചെയ്താൽ മാത്രം ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കൂല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഷമ മുഹമ്മദ്. ക്ഷമ പറയാനാ നോക്കിരുന്ന അഭിമാനം വിട്ടൊരു കളിയില്ലേട്ട മക്കളെ. കങ്കന റണൌട്ട് തീവ്രവാദി എന്നാണ് വിളിച്ചത് അദ്ദേഹത്തിന്. ഈ നമ്മളെ ഇന്ത്യൻ ക്യാപ്റ്റൻ തീവ്രവാദി എന്നാണ് കങ്കന റണൌട്ട് വിളിച്ചത്. മറ്റുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങനെ പറയാം. അങ്ങനെയാണോ മാഡം? പിന്നെ ഫിറ്റ്നസ് എന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ മാഡം പറഞ്ഞത്, രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആവാൻ യോഗ്യനല്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് പ്രസ്താവന നടത്തിയില്ലേ? അതിനെ കുറിച്ച് എന്തുട്ടാ പറയാനുള്ളത്? ഞാൻ ഒരു സ്പോർട്സ് പേഴ്സണാണ്. ഞാനൊരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. എൻ്റെ ഇതിൽ എനിക്കൊരു 40 പുഷപ്സ് ചെയ്യാൻ പറ്റും. 20 സെറ്റായിട്ട്. ഞാൻ 100 200 മീറ്റേഴ്സിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ഞാൻ 50 പുഷപ്പ് വരെ എടുക്കും. വേണമെങ്കിൽ രോഹിത് ശർമ്മ എന്നെ കണ്ടുപിടിക്കട്ടെ. അങ്ങനെയല്ലേ മാം? ഞാൻ ഫുട്ബോൾ കളിക്കും, ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കും, ടെന്നീസ് കളിക്കും, സ്കീ ചെയ്യും, എല്ലാം. എന്ത് സ്പോർട്ട്, ത്രോ ബോൾ ആയാലും എന്തായാലും ഞാൻ കളിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ക്ഷമ മേഡത്തിന് ഒരാളെ കുറിച്ചും കൂടെ പറയാനുണ്ട്. സാക്ഷാൽ മോദിജിയെ കുറിച്ച്, മോദിജിയുടെ ഫിറ്റ്നസ് ആശയങ്ങളെ കുറിച്ച്. ഇപ്പം നമുക്കിപ്പോൾ ഫിറ്റ് ഇന്ത്യ ഉണ്ട്, കറക്റ്റ് അല്ലേ? പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ ഉണ്ടല്ലോ, അതും ഇവിടുത്തെ ഇതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ആ ഇതിൽ ഞങ്ങൾ പറയുന്നതല്ലേ. ശരി, ഇവരെപ്പോഴും മോദി ഫാനായത്, മോദിജി പറയണതൊക്കെ കേൾക്കാൻ തുടങ്ങിയത്? വെറുതെ അല്ല, പണ്ട് തൊട്ടേ ക്ഷമയുടെ കാര്യം വരുമ്പോ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒഴിഞ്ഞു മാറിയിരുന്നത് അല്ലേ? അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. എന്തായാലും ക്ഷമ മേഡത്തിന്റെ കണ്ണിലെ മോശം ക്യാപ്റ്റൻ ലോക ചരിത്രത്തിലെ ക്യാപ്റ്റന്മാരാരുണ്ടാക്കാത്ത ഒരു ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ICC ടൂർണമെന്റിലും ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച ആദ്യത്തെ ക്യാപ്റ്റൻ. മൂപ്പരി തടി വെച്ച് ഇതൊക്കെ എങ്ങനെയല്ലേ ക്ഷമ മേഡം ചെയ്തത്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സമൂഹത്തിൽ മാതൃകയാകേണ്ടവർ തന്നെ ഇങ്ങനെ വ്യക്തി അധിക്ഷേപവും ബോഡി ഷേമിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുവരുമല്ലോ. അല്ല, ക്ഷമ മേഡത്തിന്റെ കാര്യമാണെങ്കിൽ വേറെ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, ക്ഷമ പറയാനാ ഞാനാ നെഹീന്ന് പറഞ്ഞാ നെഹീന്ന്. പാർട്ടിക്കും കൂടെ തലവേദന ഉണ്ടായ സ്ഥിതിക്ക് ക്ഷമ മേഡം ക്ഷമയോടൊന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞതിൽ തെറ്റില്ലേ? ആരോട് പറയാൻ, ആരെ വെക്കാൻ?